ഹായ്, ഞാൻ അനുദീപ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പൊള്ളുന്ന ഒരു വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാനാണ്. ഇനി വരാൻ പോകുന്ന സിവിൽ സർവീസ് എക്സാം അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ PSC പരീക്ഷകളൊക്കെ ഇവിടുന്ന് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ബിക്കോസ് ഇത്തരം വിവാദപരമായ കാര്യങ്ങൾ വാർത്തകൾ കത്തി നിൽക്കുമ്പോൾ അതുമായി നമ്മുടെ സിലബസിൽ ബന്ധമുള്ള ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത എക്സ്ട്രീംലി ഹൈ ആണ്. റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിരിക്കും അവ. അതുകൊണ്ട് തന്നെ വഖഫ് എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം, പൊള്ളുന്ന ഒരു വിഷയം, വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റില് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പം ആ മേഖലയിൽ നമുക്ക് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് എന്തായാലും വരും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ റാങ്ക് മേക്കിംഗ് ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും തന്നെ കാണുക. കുറെ എക്സ്ട്രാ പോയിന്റുകളും നിങ്ങൾ കേട്ടിട്ടില്ലാത്ത പല ഫാക്ടുകളും അനാലിസിസും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ചാനലിലെ മെമ്പേഴ്സ് ആവുക. ഡെയിലി അവിടെ രാവിലെ തരുന്ന മോക്ക് ടെസ്റ്റുകൾ മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്യുക. ഇത്തരത്തിലുള്ള PDF നോട്ട്സും ഉപയോഗിച്ച് പഠിക്കുക. ഉറപ്പായി നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ധാരാളം അവിടെ നിന്ന് ലഭിക്കും. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. വഖഫ്. ഇപ്പൊ വഖഫ് ബിൽ പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ബില്ലിലെ പല കാര്യങ്ങളും ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഒരു പക്ഷം പറയുന്നു. അതല്ല, ഈ വഖഫ് ബിൽ അനിവാര്യമാണെന്ന് മറുപക്ഷം പറയുന്നു. ഇവിടെ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് വഖഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്നുള്ളതാണ്. അത് മിഡീവൽ ഇന്ത്യ, നമ്മുടെ സിലബസിലുള്ള മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്ക് മുതൽ ഇത് വരുന്നുണ്ട്. വഖഫ് എന്താണെന്നുള്ളത് കൃത്യമായ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ വേണം. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനിലെ അനുച്ഛേദങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് പഠിക്കണം. മൂന്നാമതായി നമുക്ക് പഠിക്കാനുള്ള ഇതുമായി അസോസിയേറ്റ് ചെയ്ത് യൂണിഫോം സിവിൽ കോഡ്, ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലാരിസം, ഈ കാര്യങ്ങളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിൽ നിന്നും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായി അറ്റൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം വിവാദപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരിക്കലും വിവാദത്തിന്റെ പെർസ്പെക്റ്റീവിലുള്ള ചോദ്യങ്ങൾ വരത്തില്ല. അത് വരുന്നത് ഇന്റർവ്യൂ സ്റ്റേജിലോ അല്ലെങ്കിൽ സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷയിലോ KS മെയിൻസ് പരീക്ഷയിലോ ആയിരിക്കും. അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പക്ഷെ ഒബ്ജക്റ്റീവ് പരീക്ഷകൾ, പ്രിലിംസ് അല്ലെങ്കിൽ MCQs ബേസ്ഡ് പരീക്ഷകളിലൊക്കെ ഇതിന്റെ സ്റ്റാറ്റിക് പോർഷനിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ കൂടുതൽ വരിക. അപ്പൊ ഈ ക്ലാസ് കണ്ടാൽ മതി, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് കിട്ടും. ഒന്നാമതായി, എന്താണ് വഖഫ് എന്നൊരു ഐഡിയ നിങ്ങൾ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യണം. വഖഫ് എന്ന് വെച്ചാൽ അതൊരു എൻഡോമെന്റ് ആണ്. ഇപ്പം ഇസ്ലാമിലെ വളരെ ബ്യൂട്ടിഫുൾ ആയ കോൺസെപ്റ്റ് ഒന്നാണ് വഖഫ്. ഇപ്പൊ ഷരിയ ലോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വഖഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെർമനന്റ് ഡെഡിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി. ഒരു വ്യക്തി അയാളുടെ ലാൻഡ് വഖഫായി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി സ്ഥാപക ജംഗമ വസ്തുക്കളാവാം, മൂവബിൾ ആവാം, ഇമ്മൂവബിൾ ആവാം. ഇപ്പൊ ഒരു ലാൻഡ് ആവാം, അതല്ലെങ്കിൽ ഗോൾഡ് ആവാം, എന്തോ ആവാം. മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മതപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ ചാരിറ്റി, പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ്. അതാണ് വഖഫ് എന്ന് പറയുന്നത്. ഇത് ശരിയായ ലോയുടെ അണ്ടറിലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ ഒരാളുടെ ലാൻഡ് വഖഫിന് വിട്ടുകൊടുക്കണം. അവിടെ ആ ലാൻഡ് എന്തിനു യൂസ് ചെയ്യാം? പാവപ്പെട്ടവർക്ക് താമസിക്കാനുള്ള ഷെൽട്ടർ ഹോംസ് ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഗ്രേവ് യാർഡ്സ്, ശ്മശാനങ്ങൾ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ പള്ളി പണിയാം, മോസ്കുകൾ പണിയാം, വിദ്യാലയങ്ങൾ പണിയാം. ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ ഒരു ലാൻഡ് വഖഫായി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിൽ ഇത്ര നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കാൻ. ഇതൊരിക്കലും തിരിച്ച് കൊടുക്കാൻ ഒക്കത്തില്ല, ഇറിക്കവറബിൾ ആണ്. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. അപ്പം നല്ലൊരു കാര്യത്തിന് വേണ്ടി കൊടുക്കുന്ന ലാൻഡ് എന്നുള്ളതാണ് ഇതിന്റെ തിയറി. ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് 1995 വഖഫ് ആക്ടിന്റെ ബേസിസിലാണ്. ഈ ആക്ട് ആണ് നമ്മൾ 2024 മുതൽ അമെൻഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അമെൻമെന്റ് എന്ന് വെച്ചാൽ ഒരു നിയമമുണ്ട്. ആ നിയമത്തിനകത്ത് പല കാര്യങ്ങളും മാറ്റി ആ നിയമത്തിനെ പൊളിച്ചെഴുതുന്നതാണ് അമെൻമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ മുനമ്പം വിഷയമൊക്കെ വന്നപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുള്ള പല കോൺസെപ്റ്റുകളുണ്ട്. വഖഫ് ആക്ടിലെ സെക്ഷൻ 40 എന്താണ്, 3R എന്താണ്, അതൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് പുതിയതായിട്ട് വന്ന അമെൻമെന്റ് ബില്ലിന്റെ പെർസ്പെക്റ്റീവിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. ഇവിടെ ആർട്ടിക്കിൾ 14, 15, 21, 26 ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഓരോന്നും എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത എന്നുള്ള രീതിയിൽ നോക്കാം. 1997 ഒരു വഖഫ് ആക്ട് ഉണ്ടായിരുന്നു നമുക്കറിയാം. ഈ വഖഫ് ആക്ട് അണ്ടറിൽ ഏതൊരു വ്യക്തിക്കും, അദ്ദേഹം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കണമെന്നുള്ളത്, അതായത് ഇസ്ലാം മതം ഒഫീഷ്യലി സ്വീകരിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ലാൻഡ് വഖഫിന് വേണ്ടി കൊടുക്കാവുന്നതാണ്. പഴയ നിയമത്തിൽ പറയുന്നൊരു കാര്യം അതാണ്. പക്ഷെ ഇപ്പോൾ വന്ന അമെൻമെന്റ് ഭേദഗതി ബില്ലിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോൺ മുസ്ലിംസിന് ഇത്തരത്തിൽ വഖഫ് ലാൻഡ് കൊടുക്കാൻ ഒക്കത്തില്ല.
ഇത് കൊടുക്കണമെങ്കിൽ മിനിമം കഴിഞ്ഞ 5 വർഷമെങ്കിലും ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് അയാളുടെ ലാൻഡ് അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടി വഖഫിന് വേണ്ടി വിട്ടുകൊടുക്കാൻ പറ്റുമെന്ന് ഈ നിയമത്തിൽ ക്ലോസ് പറയുന്നുണ്ട്. ഇത് പൊതുവെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 14 നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14ന്റെ വയലേഷൻ ആണ്. ബിക്കോസ് ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? തുല്യത, ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാന്നാണ് പറയുന്നത്. പക്ഷെ ഈ നിയമത്തിന്റെ മുമ്പിൽ ഒരു വിവേചനം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ സപ്പോസ് എനിക്ക് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ എനിക്ക് എന്റെ ലാൻഡ് വഖഫിന് വിട്ടുകൊടുക്കാൻ ഒക്കത്തില്ല. അൺലെസ് ഞാൻ 5 കൊല്ലമായി ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ എനിക്ക് വിട്ടുകൊടുക്കൂ. ഈ 5 വർഷത്തിന്റെ കണക്ക് ഇവിടുന്ന് വന്നു. അല്ല, ഈ 5 വർഷം എന്തിനാണ് 5 വർഷം ആർബിട്രറി നമ്പർ കൊണ്ടുവന്നിട്ടുള്ളത്? ഇത് ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നതിന് എതിരല്ല ഇത്. അപ്പൊ 5 വർഷത്തിൽ താഴെ ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളെ ഇവിടെ എന്താ പറയാ തുല്യരല്ലാതെ കാണുകയല്ലേ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 14 ഈ ഒരു പെർസ്പെക്റ്റീവ് വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇതിനോടൊപ്പം മറുപക്ഷം ചേർത്ത് വായിക്കുന്ന മറ്റൊരു ആർട്ടിക്കിൾ ഉണ്ട്. അതാണ് ആർട്ടിക്കിൾ 15. അതാണ് നമ്മൾ ഒരു വിഷയത്തിന്റെ 2 വശങ്ങൾ ചേർത്ത് പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആർട്ടിക്കിൾ 15 എന്താ പറയുന്നത്? വിവേചനം പാടില്ല. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ഗ്രൗണ്ട്സ് ഓൺലി ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്. അതായത് മതത്തിന്റെയോ ജാതിയുടെയോ ലിംഗത്തിന്റെയോ വംശത്തിന്റെയോ പേരിൽ അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്ത്, ഒരാൾ ജനിച്ച സ്ഥലത്തിന്റെയോ പേരിൽ ആരെയും നമ്മൾ വിവേചനപൂർവ്വം ട്രീറ്റ് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. പക്ഷേ വഖഫ് ആക്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇസ്ലാം മതത്തിന് മാത്രമേ ഉള്ളൂ. മറ്റ് മതസ്ഥർക്കൊന്നും ഇത്തരത്തിലൊരു ആക്ട് ഇല്ല. ഇവിടെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഈ രീതിയിലൊരു ആക്ട് ഉണ്ട്. അതുവഴി അവർക്ക് എന്ത് ചെയ്യാം? ഒരു ലാൻഡ് വഖഫായിട്ട് പ്രഖ്യാപിക്കാം. പക്ഷെ മറ്റ് മതസ്ഥർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് ആണ്. ട്രസ്റ്റുകൾ രൂപീകരിച്ച് ഇത്തരം ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി ചെയ്യാൻ കുഴപ്പമില്ല. ഇവിടെ ഒരു മതത്തിന് മാത്രമേ ഒരു പ്രത്യേക ആക്ട്, മറ്റു മതങ്ങൾക്ക് ആക്ട് ഇല്ല. അതിനർത്ഥം ഇവിടെ മതത്തിന്റെ പേരിൽ ഒരു ഡിസ്ക്രിമിനേഷൻ നടത്തുകയല്ല എന്ന് മറുപക്ഷം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 14, 15 ഈ ഒരു പെർസ്പെക്റ്റീവ് വളരെ പ്രസക്തമാണ്. ഒരു ആർട്ടിക്കിൾ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റേ ആർട്ടിക്കിൾ അതിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബ്യൂട്ടി. അതാ ഒരു ഫിലോസഫിക്കൽ ടെക്സ്റ്റ് ആണ്. ഒരു ബാലൻസ് എപ്പോഴും കാണും. ഒരു ഫിലോസഫിക്കൽ ടെക്സ്റ്റ് ആണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അവിടെ സ്വാഭാവികമാണ്. ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ് ഇപ്പോൾ മുനമ്പം പ്രശ്നത്തിൽ നടന്നിട്ടുള്ള ചില എന്താ പറയാ ചർച്ചകൾ. ഇവിടെ വഖഫ് ആക്ടിലെ സെക്ഷൻ 40 വളരെ പ്രസക്തമാണ്. ഇവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഒരു തലമുറകളായി കുറച്ച് ആൾക്കാർ താമസിക്കുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും ആ പ്രോപ്പർട്ടി വഖഫായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് അവർ ഇറങ്ങിക്കണം. ആ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ആ പ്രോപ്പർട്ടിയിൽ നിന്ന് അവർ ഇറങ്ങുക. ആ ലാൻഡ് വഖഫ് ആയിട്ട് പ്രഖ്യാപിച്ചെങ്കിൽ അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വഖഫ് ലാൻഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് മറ്റുള്ളവർക്ക് അതിനകത്തുള്ള ഉടമസ്ഥാവകാശം നഷ്ടപ്പെടും. അപ്പൊ ഇത് ആർട്ടിക്കിൾ 21ന്റെ വയലേഷൻ ആണെന്ന് പറയുന്നുണ്ട്. കാര്യം ആർട്ടിക്കിൾ 21 ഉണ്ടല്ലോ എന്താ പറയുന്നത്? ജീവിക്കാനുള്ള അവകാശം, ഫ്രീഡം ഓഫ് ലൈഫ് ആൻഡ് ലിബർട്ടി. അപ്പൊ ഈ വഖഫ് ആക്ടിലെ സെക്ഷൻ 40 പല സന്ദർഭങ്ങളിൽ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് പറയാനുണ്ട്. ആ മിസ്യൂസിങ്ങിന്റെ ഭാഗമായി സാധാരണക്കാരുടെ ജീവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 21 അല്ലേ വയലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ ആർട്ടിക്കിൾ 14, 15, 21 നമ്മൾ വിശാലമായി കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇവിടെ സെക്ഷൻ 40, ഈ സെക്ഷൻ 40 പുതിയ ബില്ലിൽ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് അബോളിഷ് ചെയ്തിട്ടുണ്ട് പുതിയ ബില്ലിനകത്ത്. പക്ഷെ ഇവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് ആർട്ടിക്കിൾ 26 ആണ്. 26 അപ്പൊ അതിനു മുമ്പ് ആർട്ടിക്കിൾ 25 ഒന്ന് പഠിച്ചിട്ട് 26ലേക്ക് വരാം. ഇവിടെ 25, 26, 27 ഈ 3 ആർട്ടിക്കിൾസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്നാൽ പോലും റൈറ്റ് ടു റിലീജിയൻ, മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഭരണഘടന സെക്ഷനിൽ ഈ ആർട്ടിക്കിൾസ് വരുന്നുണ്ട്. ഒരു വഖഫ് എന്നത് മതപരമായിട്ടുള്ള ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ റൈറ്റ് ടു റിലീജിയൻ, മതപരമായ അവകാശങ്ങൾ എന്ന് പറയുന്ന സെഗ്മെന്റ് പൂർണ്ണമായും നിങ്ങളൊന്ന് പരീക്ഷയ്ക്ക് മുമ്പ് ഒന്ന് പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ക്ലാസ്സസ് ഈ രീതിയിലാണ് ഞങ്ങൾ എടുക്കുന്നത്. കറണ്ട് അഫയേഴ്സുമായി ലിങ്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ ഓവർലാപ്പ് ചെയ്ത് വരികയാണെങ്കിൽ അതൊരു എക്സ്ട്രാ സ്ട്രെസ് കൊടുത്ത് പഠിപ്പിക്കും. കാര്യം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഏറ്റവും അധികം വരുന്ന സ്ഥലം ഇതാണ്. അപ്പൊ അത്ര റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായും ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസ് ചൂസ് ചെയ്യാവുന്നതാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, KS മുതൽ 10th, +2 ലെവലിനൊക്കെ ഞങ്ങൾക്ക് അടിപൊളി ബാച്ചസ് അവൈലബിൾ ആണ്. എല്ലാം വളരെ അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിലുമായിട്ടുള്ളത് കേട്ടോ. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. സോ കമ്മിങ് ബാക്ക് ടു അവർ ടോപ്പിക്, ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 25 എന്താ പറയുന്നത്? മതസ്വാതന്ത്ര്യം. എനിക്ക് വിശ്വാസമുള്ള മതം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള പരിപൂർണമായ അവകാശം എനിക്കുണ്ട്. അതാണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. ദ ഫ്രീഡം ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്,
നമ്മുടെ കോൺഷ്യൻസ്, നമ്മുടെ ബോധതലത്തിൽ ഏത് മതത്തെയാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക, ആ മതത്തെ പിന്തുടരാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത് എന്നൊക്കെ പറയുന്നത്. ഉദാഹരണത്തിന് ഹിന്ദു മതത്തില് പണ്ട് സതി എന്നൊരു അനാചാരം ഉണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചാൽ ഭാര്യ അതേ ചിതയിൽ ചാടി മരിച്ചോണം, അതായിരുന്നു അനാചാരം. പക്ഷെ ഇത് പബ്ലിക് ഓർഡറിനും മൊറാലിറ്റിക്കും ഹെൽത്തിനും ഒക്കെ വിരുദ്ധമല്ലേ? അപ്പം അത് നമ്മൾ എടുത്ത് കളഞ്ഞു അല്ലെ? അതുപോലെ തന്നെ ഓരോ മതത്തിലും ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാൻ പറ്റും. പക്ഷേ ആ മതത്തിനുള്ളിൽ പബ്ലിക് ഓർഡർ, സാമൂഹ്യമായിട്ടുള്ള ഒരു വ്യവസ്ഥയെയോ അല്ലെങ്കിൽ മൊറാലിറ്റി, ന്യായത്തിനെയോ അല്ലെങ്കിൽ ആരോഗ്യത്തിനെയോ ഹനിക്കുന്ന എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് ഒഴിവാക്കാം. അപ്പം അതാണ് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം അല്ലെ? ഇപ്പൊ എല്ലാ മതത്തിലും പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതല്ലെങ്കിൽ ഇപ്പൊ സപ്പോസ് ഒരു മതത്തില് നരബലി അല്ലെ, പണ്ടത്തെ കോൺ ട്രൈബ്സിന്റെ നരബലി അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. അപ്പൊ എനിക്ക് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം അവർക്ക് നരബലി നടത്താൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാര്യം നരബലിന്ന് അബോളിഷ് ചെയ്ത് കഴിഞ്ഞു. അത് ഹെൽത്തിനും പബ്ലിക് ഓർഡറിനും മൊറാലിറ്റിക്കും വിരുദ്ധമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ മറ്റു കാര്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 25 അല്ലെ? അത് പണ്ട് ഹിന്ദു മതത്തിൽ എന്തുണ്ടായിരുന്നു? തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ജയിലിലാവും അല്ലെ? അപ്പൊ അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. അല്ലെങ്കിൽ ശരിയായ ലോയിൽ എന്താ പറയുന്നത്? കണ്ണിന് പകരം കണ്ണ് അല്ലെ? ഒരാളുടെ കൈ വെട്ടി മറ്റേ കൈ വെട്ടണം. പക്ഷെ ഇന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതിന് ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട്. നിങ്ങൾക്ക് അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവും വിചാരിക്കുന്നു. അപ്പം എല്ലാ മതത്തിലും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. പക്ഷേ മതം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പബ്ലിക് ഓർഡറിനോ മൊറാലിറ്റിക്കോ ഹെൽത്തിനോ വിരുദ്ധമായി പ്രാക്ടീസ് ചെയ്യാതിരിക്കുക. അതാണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ആർട്ടിക്കിൾ 26 ഇവിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. പുതിയ വഖഫ് ബില്ലിനകത്ത് ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആർട്ടിക്കിൾ 26 ആർട്ടിക്കിൾ 26 ഒരു മൗലികാവകാശമാണ്. ഇറ്റ്സ് എ ഫണ്ടമെന്റൽ റൈറ്റ്. ആർട്ടിക്കിൾ 25 പോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ആർട്ടിക്കിൾസ് എല്ലാം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതായത് ആർട്ടിക്കിൾ 26 പറയുന്നൊരു കാര്യമാണ്, ഒരു മതത്തിന് അല്ലെങ്കിൽ ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിക്ക് അവരുടെ വിശ്വാസ രീതികൾക്ക് അനുസരിച്ചിട്ട് പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസ് ഇല്ലാതെ അവരുടെ കാര്യങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റണം. ഇപ്പോ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് ദേവസ്വം ബോർഡിന്റെ റിക്രൂട്ട്മെന്റ് ശ്രദ്ധിച്ചാണ്. ഹിന്ദുക്കൾക്ക് മാത്രമേ ആ പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെ? ഹിന്ദുക്കൾക്ക് മാത്രമേ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റിനകത്ത് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട്? അമ്പലങ്ങളിലേക്ക് നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ്. അപ്പൊ അവരുടെ കാര്യങ്ങൾ, അവരുടെ അഫയേഴ്സ് ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള അവകാശം ഹിന്ദുക്കൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് മാത്രം. ഇപ്പൊ സപ്പോസ് പള്ളിയിൽ അച്ഛനാവാനായിട്ട് വേറൊരു മതത്തിലുള്ള ഒരാൾക്ക് പോയി അപേക്ഷ കൊടുക്കാൻ പറ്റുമോ? നോ. ആ ഒരു പള്ളിക്കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ക്രിസ്ത്യൻ പള്ളിയാണെങ്കിൽ അതിന്റെ മാനേജ്മെന്റും എല്ലാം ആരായിരിക്കണം? ക്രിസ്ത്യൻസ് തന്നെ ആയിരിക്കണം. അതുപോലെ ഇസ്ലാം റിലീജിയന്റെ കേസിലേക്ക് വരിക അല്ലെ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മദ്രസ റിക്രൂട്ട്മെന്റ് നടത്തുന്നു. അവിടെ ഒബ്വിയസ്ലി പ്രയോറിറ്റി ഏത് മതത്തിലെ വിശ്വാസികൾക്കായിരിക്കും? ഇസ്ലാം മതത്തിലെ വിശ്വാസികൾക്ക് തന്നെ ആയിരിക്കും. അപ്പൊ ഒരു മതവിശ്വാസം, ഒരു മതത്തിന്റെ പേര് നിലനിൽക്കുന്ന പ്രസ്ഥാനത്തില് അതിന്റെ കാര്യങ്ങൾ, അഫയേഴ്സ് ഒക്കെ മാനേജ് ചെയ്യാനുള്ള അവകാശം ആ മതത്തിലെ അംഗങ്ങൾക്ക് തന്നെയാണെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 26 പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇത് ആരുടെ ഔദാര്യമല്ല, ഭരണഘടന നമുക്ക് എല്ലാവർക്കും തരുന്ന മൗലികമായ അവകാശമാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന വഖഫ് അമെൻമെന്റ് ബില്ലിനകത്ത് ഈ വഖഫ് ബോർഡുകളുണ്ട്, സെൻട്രലും സ്റ്റേറ്റിലും വഖഫ് ബോർഡുകളുണ്ട്. അതിൽ അതർ റിലീജിയസ് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരെയും മെമ്പേഴ്സ് ആക്കാം എന്നൊരു ഇത് വന്നിട്ടുണ്ട്, ഒരു പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ആർട്ടിക്കിൾ 26 അണ്ടറിൽ. അപ്പൊ ഇത് പുതിയ ബില്ലിനുണ്ടല്ലോ. അപ്പൊ ഇത് ആർട്ടിക്കിൾ 26 വൈലേഷൻ അല്ലേ? നേരത്തെ വഖഫ് ബോർഡുകളിൽ അംഗങ്ങളായിരുന്ന ഇസ്ലാം മത വിശ്വാസികൾ മാത്രമാണ്. പക്ഷെ ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർക്കും അംഗങ്ങളാവാം. രണ്ടു പേർക്ക് എന്തോ അംഗങ്ങളാവാം എന്നൊരു നിയമം വന്നിട്ടുണ്ട്, ഒരു ബില്ല് വന്നിട്ടുണ്ട്. അപ്പൊ അത് ആർട്ടിക്കിൾ 26 വൈലേഷൻ ആണെന്ന് പറയുന്നത്. അതുകൊണ്ട് ആർട്ടിക്കിൾ 26 അടുത്ത കാലത്ത് പല പരീക്ഷകളും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ. പിന്നെ ആർട്ടിക്കിൾ 27 28 ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായി പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നും ഇല്ലെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോ, നമുക്ക് ചിലപ്പോൾ ആവശ്യം വരും. ആർട്ടിക്കിൾ 27 പറയുന്നത് എന്താ? നമുക്കൊരു മതത്തിൽ വിശ്വസിക്കണമെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. പണ്ട് കാലത്തൊക്കെ ഒരു മതവിശ്വാസിയാണ് രാജ്യം ഭരിക്കുന്നതെങ്കിൽ മറ്റ് മതത്തിലെ വിശ്വാസികൾ ടാക്സ് കൊടുക്കേണ്ടി വരുമായിരുന്നു അല്ലെ? പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പം അക്ബറിന്റെ കാലഘട്ടത്തിൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആർക്കും ടാക്സ് കൊടുക്കണ്ട. പക്ഷെ ഔറംഗസീബിന്റെ കാലഘട്ടത്തിൽ മറ്റ് മതങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ജസിയ എന്ന് പറയുന്ന ഒരു ടാക്സ് ഉണ്ട്, അത് കൊടുക്കണമായിരുന്നു. പക്ഷെ ഇന്ന് മോഡേൺ ഇന്ത്യയിൽ ഏത് മതത്തിലുള്ളത് ആര് ഭരിച്ചാലും ആർക്കും ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഫ്രീഡം ഫ്രം പേയിങ് എനി ടാക്സ് ഫോർ പ്രൊമോഷൻ ഓർ മെയിൻ്റെനൻസ് ഓഫ് പർട്ടിക്കുലർ റിലീജിയൻ ഓർ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫ്രീഡം ഫ്രം ടാക്സേഷൻ ആണത്. ആർട്ടിക്കിൾ 28 പറയുന്നതോ
സർക്കാർ ധനസഹായത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ ഇൻസ്ട്രക്ഷൻസ്, റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്നാണ് പറയുന്നത്, അല്ലെ? ഇപ്പൊ ഒരു സർക്കാർ സ്കൂൾ എന്നിരിക്കും, ആ സർക്കാർ സ്കൂളിൽ ഒരു അധ്യാപകൻ ചെന്നിട്ട് ഹിന്ദു മതത്തിനെയോ ഇസ്ലാമിനെയോ ക്രിസ്ത്യാനിറ്റിയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പ്രസംഗിക്കാൻ പറ്റുമോ? ശരിയാകത്തില്ല. അതുപോലെ സർക്കാർ ഫണ്ടഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഇതിനുള്ള സാധ്യത കുറവാണ്. മദ്രസാസ് ഒക്കെ എക്സെപ്ഷൻസ് ആണ്. പിന്നെ അതൊക്കെ വേറെ അതും ഭരണഘടനയുടെ എന്താ പറയാ അപ്രൂവൽ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. മദ്രസാസ് ഒക്കെ എക്സെപ്ഷണൽ ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസിന്റെ കേസ് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ് തീരത്തിൽ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ഇവിടെ നിങ്ങൾ ഇതെല്ലാം നോക്കിക്കാണേണ്ട ഒരു ഒരു എന്താ പറയാ പ്രിസം അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ്, പരിപ്രേക്ഷ്യം അല്ലെങ്കിൽ വീക്ഷണകോണം എന്നൊക്കെ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 44 തന്നെയാണ്, യൂണിഫോം സിവിൽ കോഡ്. ഇന്ത്യയിൽ നമുക്ക് യൂണിഫോം ക്രിമിനൽ കോഡ് ഉണ്ട്, അല്ല ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട്. ഇപ്പൊ ഞാൻ കുറ്റം ചെയ്താലും നിങ്ങൾ കുറ്റം ചെയ്താലും ഏത് മതത്തിലാണ് കുറ്റം ചെയ്താലും ഇന്ത്യൻ പീനൽ കോഡ് IPC പ്രകാരമായിരിക്കും ശിക്ഷിക്കുക. പക്ഷെ സിവിൽ നിയമങ്ങൾ, ഇത്തരത്തിലുള്ള സിവിൽ നിയമങ്ങൾ ഓരോ മതത്തിനും ഓരോന്നാണ്. അതാണ് ഇന്ത്യൻ ബ്രാൻഡ് ഓഫ് സെക്യുലാരിസം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. സി, സെക്യുലാരിസം എന്ന് വെച്ചാൽ എന്താ? മതനിരപേക്ഷത. രാഷ്ട്രവും മതവും രണ്ടും രണ്ടായിരിക്കും. ഒരിക്കലും രാഷ്ട്രത്തിന്റെ കാര്യത്തിൽ മതമോ മതത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രമോ ഇടപെടാൻ പാടില്ല. അതാണ് സെക്യുലാരിസം. ഇപ്പൊ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ മോഡൽ ഓഫ് സെക്യുലാരിസം അങ്ങനെയാണ്. പള്ളിയുടെ കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടത്തില്ല, ഗവൺമെന്റിന്റെ കാര്യത്തിൽ പള്ളി ഇടപെടത്തില്ല. പക്ഷെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഓവർലാപ്പിംഗ് ഫംഗ്ഷൻ ആണ്. ഇത് ഗവൺമെന്റ് ആണെങ്കിൽ ഇത് റിലീജിയൻ ആണ്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടും. അത് ഇന്ത്യൻ സെക്യുലാരിസത്തിന്റെ ബ്യൂട്ടി അതാന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം കംപ്ലീറ്റ് ഡിറ്റാച്ച്മെന്റ് അല്ല, ചില കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടും. നമ്മളിപ്പം കണ്ടു മദ്രസാസ് അല്ലെങ്കിൽ വഖഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ മതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിലെന്തിനാണ് സ്റ്റേറ്റ് ഇടപെടുന്നത്? നമുക്ക് ദേവസ്വം ബോർഡുകളുണ്ടല്ലേ, അമ്പലങ്ങളുണ്ട്. അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മതപരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മതത്തിന്റെ കാര്യത്തിൽ എന്തിനാണ് സർക്കാർ ഇടപെടുന്നത്? ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ട്, നമുക്ക് ദേവസ്വം മിനിസ്ട്രി ഉണ്ട്. പക്ഷേ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മതം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ സോഷ്യോളജിയിൽ ഭയങ്കര ഡീപ്പ് റൂട്ടഡ് ആണ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ സെക്യുലാരിസത്തിന്റെ മോഡൽ, അതായത് ഇത് ഗവൺമെന്റ് ആണെങ്കിൽ ഇത് റിലീജിയൻ ആണ്, രണ്ടും പരസ്പര ബന്ധമൊന്നുമില്ല. അത് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഇവിടെ നമ്മൾ ഓവർലാപ്പിംഗ് ഫംഗ്ഷനുള്ള സ്ട്രക്ചർ ആണ് കൊണ്ടുവന്നുള്ളത്. ഇപ്പൊ ഒന്ന് ആലോചിക്കും, ഇപ്പം യൂറോപ്പിലാണെങ്കിൽ ഒരാളെ പള്ളി കയറ്റത്തില്ലെന്ന് പറയാന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് അവിടെ ഇടപെടാൻ ഒക്കത്തില്ല, പള്ളി കയറേണ്ട പള്ളിക്കാരി വേണം, ഇടപെടത്തില്ല. പക്ഷെ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു? ഇപ്പൊ ഹാജിയലി ദർഗയിലെ സ്ത്രീകൾക്ക് കയറാൻ അനുവാദം ഇല്ല എന്ന് പറഞ്ഞ് സ്ത്രീകളെ പരാതിപ്പെട്ടപ്പോൾ, അത് ഇസ്ലാം മതത്തിന് ഉള്ളിലുള്ള ഒരു കാര്യമാണ്. കോടതി വിധിച്ചു സ്ത്രീകളെ കയറണോ, അല്ലെങ്കിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റില്ലെന്ന് പറഞ്ഞു, കോടതി വിധിച്ചു സ്ത്രീകളെ കയറണോ, അല്ലെ? അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശനം, അല്ലെ? ചില ജാതിക്കാരെ അമ്പലങ്ങളെ പ്രവേശിപ്പിക്കില്ലായിരുന്നു, പക്ഷെ കോടതി വിധിച്ചു എന്താ അവരെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കണം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ മോഡൽ ഓഫ് സെക്യുലാരിസം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. സ്റ്റേറ്റും റിലീജിയനും കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് അല്ല. ഇടപെടേണ്ട സമയത്ത് ഇടപെടും, ഇടപെടേണ്ടാത്ത സമയത്ത് ഇടപെടത്തില്ല. ഇതിന് ഗുണവും ഉണ്ട്, ദോഷവും ഉണ്ട്. അപ്പൊ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഹോംവർക്ക് ഇതാ, നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം. ഇന്ത്യ പോലൊരു മഹാരാജ്യത്തില് നമുക്ക് കമ്മ്യൂണൽ ഹാർമണി അഥവാ മതപരമായ സൗഹൃദം അത് വർദ്ധിപ്പിക്കാൻ ഒരു ബ്യൂറോക്രാറ്റിന് എന്താണ് ചെയ്യാൻ സാധിക്കുക? അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയണം. ബിക്കോസ് നിങ്ങൾ എല്ലാവരും ബ്യൂറോക്രാറ്റ്സ് ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പം പുതിയ രീതിയിൽ ബ്യൂറോക്രാറ്റിനെ പോലെ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ എക്സാംസ് നിങ്ങളുടെ വഴിക്ക് വരും. നമ്മൾ എപ്പോഴും ഒരു ഉന്നത നിലവാരത്തിൽ പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ബ്യൂറോക്രാറ്റിനെ പോലെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഈ സബ്ജക്ട്സ് ഒക്കെ ആ രീതിയിൽ നോക്കിക്കാണാനും ചോദ്യങ്ങളെ ആ ഗൗരവത്തിൽ എടുക്കാനും ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. സർവോപരി ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇതൊക്കെ ചിന്തിക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എങ്ങനെയെങ്കിലും പഠിച്ച് എങ്ങനെയെങ്കിലും ജോലിയിലേക്ക് പോകാന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. പുതിയ പാറ്റേൺ പഠിക്കണം, ആഴത്തിൽ പഠിക്കണം. അതിനോടൊപ്പം നമുക്ക് ഒരു ഒപ്പീനിയൻ ഫോർമേഷൻ, അഭിപ്രായ രൂപീകരണവും നടത്തി പോകണം. കാര്യം ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷകൾക്കൊക്കെ ആയിക്കോട്ടെ, നമുക്ക് ഇന്റർവ്യൂ എന്നൊരു ഘട്ടമുണ്ട്, അവിടെ ഇത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പൊ അതിന് കൂടെ ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങൾ പഠനം ക്രമീകരിക്കുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ പറയാട്ടോ. ഇത്തരം ആഴത്തിലുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇത്തരം ആഴത്തിലുള്ള രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് ഇനി വരാൻ പോകുന്ന എക്സാംസിന് നമുക്ക് നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റുക. ഓൾ ദി ബെസ്റ്റ്. ബൈ.